ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസിയായ കാരണം കൊണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഓരോ ഹോസ്പിറ്റൽ കേസും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ദിവസങ്ങൾ അങ്ങോട്ട് കടന്നു പോയി. പിന്നെ ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഒന്നും കാണാനില്ലല്ലോ, എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്നൊക്കെ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതൊരു സന്തോഷം, സമാധാനം തന്നെയാണ്. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ചാൽ ഒരുപാട് ആളുകൾ നമുക്ക് പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിലും ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അതിൽ കൂടുതലും സംശയങ്ങൾ വന്നിട്ടുള്ളത് കണ്ണിൽ കേട് വന്നിട്ട്, ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, അമോണിയയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിക്കേട് നന്നായിട്ട് വരും എന്ന്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണിൽ പത കെട്ടുക, അതേപോലെ കണ്ണ് വീർക്കുക ഒക്കെ ചെയ്യുന്ന തുടക്കം കാണുകയാണെങ്കിൽ തന്നെ അപ്പം തന്നെ നിങ്ങൾ സിപ്ലോക്സ് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടല്ലോ കണ്ണിലിറ്റിക്കണേ, നമുക്ക് മനുഷ്യന്മാർക്ക് ഇറ്റിക്കണ മരുന്ന് തന്നെയാണ്. അതൊന്ന് മേടിച്ചിട്ട് നിങ്ങൾ കണ്ണൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം രണ്ട് കണ്ണിലും 2 നേരം ഓരോ തുള്ളി വീതം ഒന്ന് ഇറ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മാറിക്കിട്ടും. ഇവിടെ എൻ്റെ കോഴികൾക്കുണ്ടായിരുന്നു, ഞാൻ അത് തന്നെയാണ് ഇറ്റിച്ച് കൊടുത്തിട്ട് മാറിയത്. അതേപോലെ ഒരുപാട് ആളുകൾ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ആ മരുന്ന് തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ണിൽ കേട് എപ്പോൾ വരികയാണെങ്കിലും, കണ്ണിൽ കേട് വരികയാണെങ്കിൽ ആ മരുന്ന് ഇറ്റിച്ചാൽ നല്ല ഫലമാണ്, അത് ഇറ്റിച്ചാൽ മാറുന്നുണ്ട്. അതാണ് ഞാനത് പറയാൻ കാരണം. ഞാൻ ഉപയോഗിച്ചിട്ട് ഫലം കണ്ട മരുന്നുകളാണ് കേട്ടോ നിങ്ങളോട് പറയണത്. അതേപോലെ പിന്നെ ഓരോരുത്തർ ചോദിച്ചിരുന്നു, ഇപ്പം മഴക്കാലമായിട്ട് ഇപ്പോൾ ഒരുപാട് കോഴികൾ ചാവയും അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ആൻറ്റിബയോട്ടിക് ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് ക്ഷീണമല്ലേ. പിന്നെ നിങ്ങൾ പച്ചമരുന്നൊക്കെ കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ പച്ചമരുന്നുകൾ തന്നെ നിങ്ങളൊന്ന് പിന്നെ അരച്ചിട്ട് വായിൽ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ പിന്നെ കഴിയണത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വിടണ്ട. മഴ കൊള്ളുമ്പോഴും കോഴികൾക്ക് ഉണ്ടാവും. അതേപോലെ നമ്മൾ കൂട്ടിൽ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം കൂട്ടിൽ തന്നെ വെള്ളവും തീറ്റയൊക്കെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അതേപോലെ തലേദിവസത്തെ ഫുഡ് നിങ്ങൾ പിറ്റേ ദിവസം കൊടുക്കാതിരിക്കുക. അതേപോലെ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കുക. മഴക്കാലമാകുമ്പോൾ രോഗങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള തീറ്റ ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കാൻ ഞാൻ പറയാറുണ്ടല്ലോ, പെല്ലറ്റും അതൊക്കെ നിങ്ങൾ ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക, വെള്ളത്തിൽ നനച്ചിട്ട് കൊടുക്കണ്ട. വെള്ളത്തിൽ നനച്ച് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൂപ്പൽ വരും. പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മളതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കൊടുക്കുമ്പോൾ പിന്നെ ഫംഗസ് വരാം. പൂപ്പൽ ബാധ വന്നു കഴിഞ്ഞാലും കോഴികൾക്ക് വേഗം അസുഖങ്ങൾ വരും. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ കോഴി ഭാരമില്ലാണ്ടായിട്ട് അങ്ങനെ ചത്തു പോവുകയാണെന്ന് പറയണത്. അത് പിന്നെ ഒരു വിധമുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന് നെഞ്ചുണക്കം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴികൾക്ക് ഉണ്ടാവും. നിങ്ങൾ കോഴിയുടെ ചിറകിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ നിങ്ങൾ ടോർച്ചടിച്ചിട്ടൊന്ന് നോക്കിട്ടോ, കോഴിപ്പേനുണ്ടോ അതേപോലെ ഉണ്ടോ എന്നുള്ളത് രാത്രി നോക്കിയാൽ മതി. പകലാകുമ്പോൾ നമുക്ക് അങ്ങനെ കാണില്ല. രാത്രിയാകുമ്പോൾ നിങ്ങളൊന്ന് ടോർച്ചടിച്ച് നോക്ക്. അങ്ങനത്തെ കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റിയിട്ടിട്ട് അല്ലെങ്കിൽ ക്ലീനാറോ അല്ലെങ്കിൽ ബോറോണോ അങ്ങനത്തെയൊക്കെ മേടിച്ചിട്ട്, ക്ലീനാർ നല്ല എഫക്റ്റാണ്. അത് മേടിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കോഴീനൊന്ന് മുക്കി വിട്ടാൽ മതി. മുക്കി വിടുമ്പോൾ കോഴികളെയൊക്കെ ഒന്ന് മുക്കി വിട്ട് കഴിഞ്ഞാൽ ആ കോഴിപ്പേൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടും. അതേപോലെ കോഴിക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് മാറ്റിയിടുക, ക്വാറൻറ്റൈനിൽ ഇടണം കേട്ടോ. പിന്നെ നമ്മളോട് കോഴീനെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. നമ്മളെ കോഴിയൊക്കെ ഒരു വിധം ഏകദേശമൊക്കെ കൊടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കാണുന്ന കുറച്ച് കോഴികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബാച്ച് ഇപ്പോൾ ഈ മഴക്കാലം ആയതിൻ്റെ ശേഷം ഞാൻ ഇൻക്യുബേറ്ററിലൊന്നും വിരിയിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിച്ചാൽ വിരിയും, പക്ഷേ ഈ മഴക്കാലത്ത് ഈ കോഴിക്കുട്ടികൾ കേട് തീർന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബ്രൂഡറിൽ ഇടുന്ന സമയത്തൊക്കെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശരിക്കുള്ള ചൂടൊന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ കോഴിക്കുട്ടികൾ പ്രശ്നത്തിലാവുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് കോഴിക്കുട്ടികൾ അങ്ങനെ ചത്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് വിരിയിപ്പിച്ചിട്ട്. അതാണ് കേട്ടോ, അപ്പോൾ ഞാൻ വിരിയിപ്പിക്കാറില്ല. ഇനി എന്തായാലും കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉള്ള കോഴികളെ ഉണ്ട് ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കോഴികൾ ഇപ്പോൾ കുറഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കോഴികളെ ഞാൻ പേരൻറ് സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ്, ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളതൊന്ന് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ പറഞ്ഞു തരണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ തന്നെ നമുക്ക് രോഗങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ
പിന്നെ എവിടെന്നെങ്കിലും കോഴീനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൂട്ടത്തിൽ കോഴീനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എനിക്കൊരു നമ്മൾ സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോഴീനെ കൊടുന്നിട്ടു. അങ്ങനെ 2 ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. പിന്നെ കൂട്ടിലുള്ള കോഴികൾ മൊത്തം ചത്തു. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്, നിങ്ങൾ കോഴീനെ കൊടുന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കൂട്ട് കൊണ്ടിടരുത്. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ആ കോഴീനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ കോഴിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇടാനെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷേ അതറിയാതെ ഇട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം കോഴികൾ ചത്തു എന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ സമയത്ത് മഴക്കാലമാണ്, മഴക്കാലത്ത് രോഗസാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആ കോഴിക്കൊരു കേടൊന്നും ഉണ്ടാവില്ലെങ്കിലും ആ കോഴി ആ കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് അസുഖങ്ങളായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മളെടുത്തേക്കൊണ്ട് വന്നതിൻ്റെ ശേഷമാകും ഇത് പരക്കുക. നമ്മളെ കൂട്ടിൽ ഉള്ള കോഴികൾ നമ്മളെ കൂടുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാകും. അപ്പോഴാണ് മറ്റേ കൂട്ടിലുള്ള ഏതാളും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വരും. അപ്പോൾ അത് ഇവിടുത്തെ കോഴികൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് പകരും, അപ്പോൾ കൂട്ടത്തോടെ ചാവും. അപ്പോൾ നമുക്കറിയാലോ നമ്മളെ ഓരോ കോഴികൾക്ക് എന്താ റേറ്റ് എന്നുള്ളത്. നല്ല റേറ്റാണ് കോഴികൾക്കൊക്കെ. പോരാത്തതിന് ഇപ്പോൾ തീറ്റ ചിലവ് കൂടിയ കാരണം കൊണ്ട് നമുക്കിപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. കോഴികൾക്ക് സ്റ്റാർട്ടറിനൊക്കെ ഇപ്പോൾ 55 രൂപയാണ് ലൂസ്. ഇപ്പോൾ നമ്മളെ കോഴികൾക്കാണെങ്കിൽ റേറ്റും അധികം നമുക്കൊരു മിതമായ റേറ്റ് തന്നെ നമ്മൾ മേടിക്കണമല്ലോ. നമ്മൾ അറുത്ത് മുറിച്ചുള്ള റേറ്റൊന്നും നമ്മൾ മേടിക്കണില്ലല്ലോ. പക്ഷേ നമുക്ക് ഈ കോഴികളെ ഇത്രയും ഇതിൽ നോക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തീറ്റയ്ക്ക് നല്ല പിന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുള്ള കോഴികളെ ചാവാതെ നോക്കുക. കാരണം നമ്മളിങ്ങനെയും ഓമനിച്ച് വളർത്തുന്ന കോഴികൾ പെട്ടെന്ന് ചത്തു പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു കോഴിക്ക് നമ്മൾ മുട്ടയിടുന്ന കോഴിക്ക് 600 രൂപയാണ് നമ്മൾ കൊടുക്കുന്ന ഇത്. അതിൽക്കും കൂടുതലും വാങ്ങുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. പുള്ളിയാണെങ്കിൽ റേറ്റ് കൂടും, ലൈനേജ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഓരോ കോഴിക്കും അതിൻ്റേതായ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള കോഴികൾ നമ്മൾ വേറൊരു കൂട്ടുന്ന ഒരു കോഴിനെ കൊടുത്തിട്ട് ഇതിലേക്ക് ആക്കുമ്പോൾ നമ്മളുടെ കോഴികൾ ചത്തു പോകുമ്പോൾ എത്ര രൂപയുടെ മുതലാണ് നമ്മളിൽ നിന്ന് പോണത്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ആ വക കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തീറ്റയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന തീറ്റ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. കാരണം അതിലാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഉണ്ട്, അത് കൊടുക്കുക. പോരാത്തതിന് നമ്മൾ പിണ്ണാക്കും ചോളത്തവിടും അരിത്തവിടും അതേപോലെ നമ്മൾ പച്ചിലകളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വെട്ടിയിട്ടിട്ട് തിന്നാൻ വേണ്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ തീറ്റച്ചെലവ് കുറക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് പാക്കറ്റ് ഫീഡ് നിർത്താൻ വേണ്ടി പറ്റില്ല. പാക്കറ്റ് ഫീഡ് നമ്മളുടെ തീറ്റ പുറത്തുനിന്ന് മേടിക്കുന്ന തീറ്റ നിർത്തി കഴിഞ്ഞാൽ അവരെ മുട്ടയിടൽ കുറയും, മുട്ടോൽപാദനം കുറയും. കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ തീറ്റയിലൊന്നും അവർക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഇല്ല. അപ്പോൾ ആ തീറ്റയിൽ തന്നെ ഉള്ളൂ. അത് കുറച്ച് കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് കൈത്തീറ്റകൾ കൊടുത്തിട്ട് നമ്മൾ നോക്കുക. അങ്ങനെ നമുക്കിപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ചോറ് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ചോറ് കൊടുക്കേണ്ട, നെയ്ക്കെട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നെയ്ക്കെട്ടണേന് പിന്നെ അതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാ ഇതും മിക്സ് ചെയ്തതിൻ്റെ മാത്രം കൊടുക്കുക കേട്ടോ. അതേപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടുമെങ്കിൽ നല്ല കൊടുത്തോളും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നേരെ നമ്മുടെ പിന്നെ വാങ്ങുന്ന തീറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നേരമൊക്കെ അവരുടെ വയറ് നിറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമെന്ന് നല്ല കഷ്ടപ്പെട്ട് കൊടുന്നാൽ തന്നെ പറ്റുള്ളൂ. തക്കാളി അതേപോലെ അങ്ങനത്തെ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റുകളും ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ക്ലീനാക്കിയതിൻ്റെ ശേഷം ഒന്ന് കൊടുത്താൽ മതി. അല്ലാതെ നമുക്കിതൊന്നും മുതലാവില്ല. എന്താണെന്ന് വെച്ചാൽ അത്രക്കാണ് കോഴിത്തീറ്റയുടെ വില കൂടിയിട്ടുള്ളത്. എന്നാൽ നമുക്കനുസരിച്ചിട്ട് നമുക്ക് കോഴിയുമ്പോൾ നമ്മൾ വില കൂട്ടിയിട്ടുമില്ല, അതേ റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കോഴി വളർത്തുന്ന ആളുകൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലാതെങ്കിൽ നമുക്ക് ഈ മേഖലയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെ കടയിലെ കോഴിമുട്ടയ്ക്ക് തന്നെ പൈസ കൂടിയിട്ടുണ്ട് എന്ന് വെച്ച് നമ്മളെ കോഴിമുട്ടമ്പോൾ പൈസ ഒരിക്കലും കൂട്ടിയിട്ടില്ല. കാരണം നമ്മളെ സ്ഥിരം കസ്റ്റമറുകാരാണ്, അവർക്കൊക്കെ നമ്മൾ ഇതേ റേറ്റ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ എങ്ങനെ ലാഭം എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് കോഴികളുടെ തീറ്റമ്മ വേണം നമ്മൾ ലാഭം എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമെന്ന് കിട്ടുന്ന എല്ലാ തീറ്റകളും അവർക്ക് കൊടുത്തിട്ട് നമ്മളുടെ പുറമെന്ന് മേടിക്കുന്ന തീറ്റയുടെ പിന്നെ അത് അളവ് കുറച്ച് കൊണ്ടുവരണം. പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അളവ് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ തീറ്റ ചിലവ് കുറക്കുക. അതേപോലെ നമ്മളുടെ ഐഡിയക്ക് കളിക്കുക. അല്ലാതെ നമുക്കിതിലൊരു ഇതുമില്ല. കാരണം നമുക്ക് കോഴി വളർത്തുന്ന ഏത് മനുഷ്യന്മാരാണെങ്കിലും നമുക്ക് തീറ്റ വാങ്ങി വെക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടോൽപാദനം അവിടെ കുറയും. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണോ കണ്ണെങ്കിൽ അവരുടെ തീറ്റ എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റുന്ന രീതിയിൽ കുറക്കാൻ പറ്റിയിട്ട് മറ്റേ പാക്കറ്റ് ഫീഡ് അല്ലാത്ത മറ്റേ ഫുഡുകൾ കൊടുത്തിട്ട് നമ്മൾക്ക് കുറക്കുക. അതേപോലെ മുരിങ്ങയില, അതേപോലെ അസോള, അതേപോലെ സബോളയൊക്കെ ചീഞ്ഞ സബോളയൊക്കെ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടും. അതൊക്കെ വാങ്ങിക്കൊടുത്ത് നന്നായി വെട്ടി അരിഞ്ഞ് കൊടുക്കുക. അല്ലാതെ നമുക്കൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഏകദേശം അപ്പോൾ ഈ ഭാരം കുറയലും വിറ്റാമിൻ്റെയും അതും ഇതൊക്കെ ഏകദേശം നമ്മളുടെ ഈ പച്ചക്കറി വേസ്റ്റ് തന്നെയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം മാറിക്കിട്ടും. അതേപോലെ വിറ്റാമിൻസും മിനറൽസൊക്കെ കൊടുക്കുക. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കുക. വെയിലുണ്ടാകുന്ന സമയത്ത് മാത്രം കോഴികളെ വിടുക. പിന്നെ മുട്ടോൽപാദനം കുറയും, മഴക്കാലത്ത് പൊതുവേ കുറയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് സൂര്യപ്രകാശം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മുട്ടോൽപാദനം കുറയും. അതിനെന്താ കാട്ടേണ്ടതെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് കൂട്ടിൽ ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി.
കൂട്ടിൽ നിന്ന് വിടണില്ല എന്നുണ്ടെങ്കിൽ കൂട്ടിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വെയിലുള്ള സമയത്ത് അവരെ പുറത്തേക്ക് വിടുക. അപ്പോൾ മഴക്കാലത്ത് പൊതുവേ നമുക്കൊരു മുട്ടക്ക് ഷോർട്ടേജ് വരും, കാരണം ഈ ഒരു വെയിലിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ നിങ്ങൾ എനിക്കങ്ങനത്തെ പ്രശ്നം വരാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം കൂട്ടിൽ പിന്നെ ഇതിട്ട് കൊടുക്കും, ലൈറ്റ് ഇട്ട് കൊടുക്കും പകൽ മൊത്തട്ടാ. എന്നിട്ട് മഗ്‌രിബിക്ക് ഞാൻ കൂട്ടിൽ ചെന്നിട്ട് മഗ്‌രിബിക്ക് ഞാനത് ഓഫാക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുട്ടുൽപ്പാദനം കുറയില്ല. അങ്ങനെ കോഴികളുടെ വളർത്തിയാൽ മാത്രം പോരല്ലോ, അവരുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മളൊന്ന് അറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീറ്റ ചിലവൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെപ്പോലത്തെ ഈ ഇതുമായിട്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് നമുക്ക് ഈ തീറ്റയുടെ വില ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണോ തീറ്റ ചിലവ് കുറക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരണ്ട്. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് വന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എനിക്ക് കല്ലിൻ്റെ അസുഖമുണ്ട്, അതൊക്കെ ആയിട്ട് ഞാനൊന്ന് ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുകയുണ്ട്. അതേപോലെ ഓരോരുത്തരിനോട് ഓരോരോ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയിട്ട് ഒന്നും കൂടി പഠിച്ചതിൻ്റെ ശേഷം എന്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റി ഞാൻ ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാറുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് നല്ലപോലെ ആയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ടോളാം. താങ്ക് യു.